CISF ഉദ്യോഗസ്ഥർ നെടുമ്പാശ്ശേരിയിൽ യുവാവിനെ കാർ ഇടിപ്പിച്ചത് കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോട് തന്നെയെന്ന് പോലീസ് റിമാൻഡ് റിപ്പോർട്ട്. കാറിനടിയിൽപ്പെട്ട ഐവിൻ ജിജോയെ 37 മീറ്റർ വലിച്ചിഴച്ചെന്നും കണ്ടെത്തൽ. പ്രതികളായ വിനയ്കുമാറിനെയും മോഹനെയും അങ്കമാലി മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു. CISF ഉദ്യോഗസ്ഥർ നടത്തിയ കൊടും ക്രൂരതയുടെ വിശദാംശങ്ങളാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. കാർ തട്ടിയതിനെ തുടർന്നുള്ള തർക്കം നേരിയ സംഘർഷത്തിന് വഴിവെച്ചു. പോലീസ് വന്നിട്ട് പോയാൽ മതിയെന്ന് കൊല്ലപ്പെട്ട ഐവിൻ ജോർജ് CISF ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. വീഡിയോയും പകർത്തി. ഇതെല്ലാമാണ് ഐവിനെ കൊലപ്പെടുത്താനുള്ള പ്രകോപനത്തിന് കാരണം. പ്രതികൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. CISF SI വിനയ്കുമാർ ദാസ്, കോൺസ്റ്റബിൾ മോഹൻ എന്നിവരെ 29-ാം തീയതി വരെയാണ് റിമാൻഡ് ചെയ്തത്. പ്രതികൾക്കായി കസ്റ്റഡി അപേക്ഷ ഉടൻ നൽകും. കസ്റ്റഡിയിൽ ലഭിച്ച ശേഷമാകും തെളിവെടുപ്പ് നടത്തുക. പരമാവധി CCTV ദൃശ്യങ്ങളും ശാസ്ത്രീയ തെളിവുകളും പോലീസ് ശേഖരിച്ചു. അങ്കമാലി കോടതിയിലെത്തിച്ച പ്രതികൾക്ക് നേരെ കടുത്ത പ്രതിഷേധമുണ്ടായിരുന്നു. 24 കൊച്ചി.